CPIഎമ്മിൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിൻ്റെ മുന്നോടിയായുള്ള കോട്ടയം ജില്ലാ സമ്മേളനം നടത്തിയത്. കോട്ടയം ജില്ലാ സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായി ചങ്ങനാശ്ശേരി നടന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി അന്ന് ഈ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ പ്രക്ഷോഭത്തോടൊപ്പം ചേർന്ന തിരുവനന്തപുരത്തേക്കുള്ള സവർണ ജാഥ. ആ സവർണ ജാഥയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ ചങ്ങനാശ്ശേരിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ രാത്രി ഭക്ഷണം വീട്ടിൽ നിന്ന് ആവാം എന്ന് നിർബന്ധിച്ച് പരിപാടിക്ക് ശേഷം ഇവിടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച ആ ഒരു അനുഭവം, അതിനുശേഷം ട്രെയിൻ കയറ്റി അയക്കുന്നത് വരെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. നിർബന്ധിച്ചിട്ടും അസുഖമുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. നിർബന്ധിച്ചും വിട്ടുപിരിയാതെ ട്രെയിൻ കയറുന്നത് വരെ ഒപ്പം തന്നെ നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും വീട്ടിലെത്തിയപ്പോഴും അമ്മ അതോർത്ത് എന്നോട് പറയുകയുണ്ടായി, അന്നിവിടെ വന്നതായിരുന്നല്ലോ. ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭം മുതൽ മകളുമായി ഞാൻ ഈ വീട്ടിൽ വരുന്ന ഘട്ടത്തിലും അല്ലാതെയും ഒക്കെ നല്ല രീതിയിലുള്ളൊരു സൗഹൃദം ഭാര്യയും മകളും ഒക്കെ ആയിട്ട് ആ കുടുംബത്തിലുള്ളതാണ്. ഇന്നിപ്പോൾ ചേതനയേറ്റ ശരീരവുമായി ഈ വീട്ടിലേക്ക് ആംബുലൻസ് കടന്നു വരുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളും. ഇന്നലെ രാവിലെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ഡോക്ടറോട് അനുവാദം ചോദിക്കുകയും ഡോക്ടർ പോകാൻ സമ്മതിക്കുകയും ചെയ്തത്. ക്യാൻസറിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി ചെറിയ രീതിയിലുള്ള ചികിത്സ കൂടി തുടർന്ന് നടത്തണം. 80% കുഴപ്പമില്ല, ഓക്കെയാണ് എന്ന് ഇന്നലത്തെ ചെക്കപ്പ് നടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നും ഞാനവിടെ ഇവരെ നന്നായി ശ്രദ്ധിക്കുന്ന KTDCയുടെ ഒരു ഓഫീസറുണ്ട്, അനൂപ് പി ചാക്കോ. അവരെന്നോട് വിളിച്ച് പറയുകയുണ്ടായി. ഞാൻ തലേ ദിവസം രോഗവിവരം അറിയുന്നതിന് വേണ്ടി വിളിച്ചപ്പോഴും കുഴപ്പമില്ല, വളരെ വേഗം നാട്ടിലേക്ക് വരാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചെക്കപ്പ് കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് താമസിക്കുന്ന മുറിയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് തീവ്രമായ ഹാർട്ട് അറ്റാക്ക് ബാധിക്കുകയും ഒന്നിനും പഴുതില്ലാത്ത രീതിയിൽ നമ്മെ വിട്ടുപിരിയുകയും ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യായുസ് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു സഖാവ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റസലിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. ഒരു പരിപാടി പ്ലാൻ ചെയ്താൽ അതിൻ്റെ അവസാന ദിവസം വരെ അതിൻ്റെ സൂക്ഷ്മാംശത്തിലേക്ക് പോയി കാര്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്യുന്നതിന് ഒരു നേതൃത്വപരമായ പങ്കുവഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി, അതിലുള്ളൊരു ശുഷ്കാന്തി, അത് വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പ് CITUവിൻ്റെ സെക്രട്ടറിയായി, ജില്ലാ സെക്രട്ടറിയായി, SFIയുടെ സജീവ പ്രവർത്തകനായിട്ടാണ് രംഗത്തേക്ക് വന്നത്. കൊല്ലം
എസ് എൻ കോളേജിലാണ് പഠിച്ചത്. ആ പഠനത്തിനിടയിലാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി SFI പ്രവർത്തനാകുന്നത്. തുടർന്നാണ് DYFIയുടെ താഴെ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും സംസ്ഥാന ഭാരവാഹിയും അഖിലേന്ത്യാ കമ്മിറ്റി അംഗവും ഒക്കെ ആകുന്നു. വളരെ ആവേശത്തോടുകൂടി ത്യാഗപൂർണം, ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സമർപ്പിതമായ രീതിയിലൊരു പ്രവർത്തനം, അഹോരാത്രം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സഖാവിൻ്റെ നിര്യാണം നമുക്കെല്ലാവർക്കും വലിയ വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 63 വയസ്സ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ചെറുപ്പമാണ്. 80-85 വയസ്സാവാതെ സാധാരണ രീതിയിൽ കേരളത്തിൽ മരണമില്ല. കാരണം മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ, ദൈർഘ്യമുള്ള, അങ്ങനെയാണ്, ആയുസ്സിന് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ നല്ല ചുറുചുറുക്കോട് പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്ന സന്ദർഭത്തിലാണ് അകാലത്തിൽ നമ്മെ റസൽ വിട്ടുപിരിഞ്ഞത്. സഖാവിൻ്റെ സ്മരണയിലൂടെ കോട്ടയത്തും കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിടവ് നികത്തുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ ശ്രമം, കൂട്ടായ പ്രവർത്തനം നടത്തി മുന്നോട്ടേക്ക് പോകാമെന്ന പ്രതിജ്ഞയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പാർട്ടിക്ക് നിർവഹിക്കാനുള്ളത്. സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സഖാവിനെ പോലെ പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച എല്ലാവരുടെയും ഭൂതകാലത്തെ ഓർത്തുകൊണ്ടാണ് പാർട്ടി വർത്തമാനത്തിലൂടെ ഭാവിയിലേക്ക് നീങ്ങുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഈ ത്രികാല ബന്ധത്തിലൂടെ നമുക്ക് സജീവമായി മുന്നോട്ടേക്ക് പോകാനാവും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഒന്നുകൂടി.